ഗൈസ് ഇങ്ങോട്ടാണ് എൻ്റെ കോളേജ്. നമുക്ക് കോളേജിൽ പോയിട്ട് വരാം. ഇങ്ങോട്ടാണ് എൻ്റെ കോളേജ്. ഇവിടെ ഇപ്പോൾ രാവിലെ ക്ലീനിങ് നടത്തിയത്. ഞായറാഴ്ച കാണാമെന്ന് അറിയില്ല. നോക്കാൻ മതി, കാണാൻ പറ്റും. സീസണായി, പൂവെല്ലാം വിരിച്ചിട്ടുണ്ട്. കണ്ടോ, സെറ്റപ്പാണ്, കാണാനുള്ള അടിപൊളിയാണ് സ്ഥലം. ഇവിടെ കുഞ്ഞിനെ കൊണ്ട് ഒരാൾ പോകുന്നുണ്ട്. വീടെല്ലാം എന്തോ പണി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ പാർക്കെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ വൈകുന്നേരം മറ്റേ കളിക്കലും ചെയ്യണമെങ്കിൽ ഉണ്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും നടക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. കാണാനും നല്ല രസമാണ്. അതാണ് ലീല റെസിഡൻസി. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ കോളേജ്. ഇത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആ മൊത്തം ബിൽഡിങ് എൻ്റെ കോളേജാണ്. എല്ലാ 2 നിലയിലും. ഈ പാർക്കിലൊന്നും നമുക്ക് ഇരിക്കാനൊന്നും കഴിയില്ല. ബിൽഡിങ്ങിൻ്റെ രാവിലെ ആൾ നടക്കാൻ വരും, ഇങ്ങനെ കളിക്കും, അങ്ങനെയെല്ലാം എടുത്ത സെറ്റപ്പ്. നമുക്ക് വളച്ചാലോ, ഇന്ന് ബ്ലോഗ് എടുക്കാനൊക്കെ ഒരു മൂടില്ല. നമുക്ക് റോഡ് കടന്ന് പോകാം. ഇയാൾ നേരത്തെ ഓടുന്നുണ്ട് കേട്ടോ. ഇയാൾ ഞാൻ ഇങ്ങോട്ട് പോയി ഓടുന്നുണ്ടായിരുന്നു. എന്തോ എടുക്കാൻ പറഞ്ഞ പോലെ ഓടുകയാണ്. ഈ സംഭവം മനസ്സിലാകുന്നില്ല. മോർണിംഗ് ജോഗിങ് ആണോ സംഭവം തിരിയുന്നില്ല. അവിടെ ഒരു കുളലുണ്ട് കണ്ട. ഇവിടെ കുറേ സെക്യൂരിറ്റി ഉണ്ടാവേണ്ടതാണ്. എന്താ അറിയില്ല, ഇനി ഞായറാഴ്ച ആയിട്ട് ഇളവുണ്ടോ അറിയില്ല. പൂവെല്ലാം പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ വ്ളോഗ് വരും തോന്നുന്നില്ല. എനിക്കൊരു ശരിയില്ല, ഈ വൈബില്ല. ഒന്നാമത് സമയമെല്ലാം വൈബ്. ഞാൻ വിചാരിച്ച സമയത്തേ അല്ല, നാട്ടുകാരെല്ലാം കഴിഞ്ഞു. ഇതാണ് ഭാരതീയ മാൾ ഓഫ് ബാംഗ്ലൂർ. മനസ്സിലായോ? കോളേജിൻ്റെ മാൾ എന്നല്ല പറയും, കാര്യമൊന്നുമില്ല. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും ആരും വരലൊന്നുമില്ല. ആയി നോക്കാൻ വരെ പറ്റാത്തൊരു മാളാണ്. പിന്നെ കുറേ ആൾ എന്നോട് ചോദിച്ചു ബാംഗ്ലൂർ എന്ന പരിപാടിയിൽ. ശരിക്കും ഞാനിപ്പോൾ MSc പഠിക്കുകയാണ്. MSc ഫുഡ് ടെക്നോളജിക്ക് പഠിക്കുകയാണ്. കല്യാണം വേണ്ടി ബാക്കിൽ മാളിൽ കയറണോ ഗൈസ്? മാളിൽ കയറി ബ്ലോഗ് ഇടണമെങ്കിൽ പറയണം കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് മാളിൻ്റെ റിവ്യൂ ചെയ്യാം. പിള്ളേരെ കളിപ്പിക്കുന്നത് ഇത് മറ്റേന്ന് പിള്ളേർ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് ഭാരതീയ മാൾ ഓഫ് ബാംഗ്ലൂർ. വെയിലായിട്ട് ഫുൾ സൺഗ്ലാസും വെച്ചിട്ട് നടക്കുകയാണ് ഞാൻ. അപ്പോൾ കുറേ എണ്ണം നോക്കുന്നുണ്ട് ഏതാ ഈ ഹെൽപ്പെന്ന്. ഐ ഡോണ്ട് കെയർ. അങ്ങ് ദൂരെ എൻ്റെ കോളേജ് എന്ന് പറയപ്പെടുന്ന ബിൽഡിങ്. ഞാൻ കാണിച്ച ബിൽഡിങ്ങിലെ 3-ാമത്തെയും 4-ാമത്തെയും നില മാത്രമാണ് എൻ്റെ കോളേജ്. അത് മൊത്തം എൻ്റെ കോളേജല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻ്റെ കോളേജിൽ പറയാൻ ഒന്നുമില്ല. ഇതെല്ലാം വേറെ ആരെയോ സ്ഥലത്ത് 2 വാടക മുറിയെടുത്ത് നിൽക്കുന്ന അത്ര വിലയിൽ ഇവർക്കെല്ലാം ഇവിടെ. അയ്യോ, ഇതോ മാള്. നമ്മുടെയൊക്കെ മാളിൽ വരും, എന്നിട്ട് പ്രൈസ് ടാഗ് നോക്കും, വീട്ടിൽ പോകും. അല്ലാണ്ട് ഇവിടെ നിന്ന് വാങ്ങാൻ നമുക്ക് പറ്റില്ല. എന്തിനു വെറുതെ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് തുള്ളുന്ന സാധനമാണ്. ശരി, എന്തെല്ലോ പറയണം വെച്ച് വ്ളോഗ് ചെയ്താണ് കേസ്. ഒന്നും പറയാൻ തോന്നില്ല. എന്താ അറിയില്ല, ചായ ഒന്നും കുടിച്ചില്ല. രാവിലെ തന്നെ ചെസ്റ്റ് ആയതിന് ഫുള്ള് പണിയായി. ഒന്നും കഴിയുന്നില്ല. ഇനിയിപ്പോൾ പോയിട്ട് കിടന്ന് ഉറങ്ങലായിരിക്കും. നമുക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. വീണ്ടും ഞാൻ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ നോക്കി. ഞാൻ പിന്നെ നമുക്ക് നാണുമാനും എളുപ്പമൊന്നുമില്ല. ഒന്നാമത് ഇവിടെ ആർക്കും എന്നെ അറിയില്ല, എനിക്കും ആരും അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്തും കളിക്കും. ചിലപ്പോൾ ഒരു പ്രാന്തനെ പോലെ പെരുമാറും. നമുക്കൊന്നും കൂടി റോഡ് കിടക്കുന്ന വീഡിയോ എടുക്കാം. റോഡ് കിടക്കാൻ പോവുകയാണ്. ബാക്കിൽ വണ്ടിയില്ല. ആ സൈഡ് നോക്കി, ഈ സൈഡ് നോക്കി. റോഡ് കിടക്കൽ എന്നെല്ലാം പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടമാണ്. ഞാൻ പറഞ്ഞാണ് അങ്ങനത്തെ അവസ്ഥയിടാം. പിന്നെ ഹോണടി പിന്നെ പറയണ്ടല്ലോ. ഹോണടി കറടിക്കലാണ്. ഒരു മര്യാദ ഇല്ലാത്ത ഹോണടി ഐഡിയില്ല അവർ. നോക്കൂ, പോലീസൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, അത് പോലീസിൻ്റെ സംഭവമാണ് കേട്ടോ. ആടെ ഇല്ലത് കണ്ടോ, അയ്യോ കാണുന്നുണ്ടോ? അങ്ങാടെ ഒരു സാധനമുണ്ട്, അതല്ല പോലീസിൻ്റെ ആണ്. അയ്യോ, അങ്ങ് ദൂരെ നിക്കു ഹോംസ് കാണാം. പിന്നീട് ഇപ്പം വെള്ളത്തിന് ക്ഷാമമാണ്. വെള്ളത്തിന് ക്ഷാമം പറയുന്നില്ല. അപ്പം വണ്ടി കഴുകിയാലും ഇപ്പം ഫൈൻ കൊടുക്കേണ്ടി വരും, 5000 രൂപ. അങ്ങനത്തെ അവസ്ഥയിടാം. നമുക്കിവിടെ കുളിക്കാനൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുളിക്കാൻ പോയിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളം ഉണ്ടാവില്ല. ഓരോ ജീവിതമാണ് ഇവിടെ, അപ്പം കാര്യമില്ല. അതുപോലെ വന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പെല്ലാം പോയി, ഇപ്പോൾ ചൂടെടുക്കലായി. ഭയങ്കര ചൂടെല്ലാം ആയി. അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോയാൽ വേർക്കില്ല. ഇപ്പം വേർക്കാൻ തുടങ്ങി ചൂട് വന്നേ. പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയായിടാം. പിന്നെ എന്നാ പറയാനില്ല, ഇതൊന്നും പറയാനില്ല. ഞാൻ എന്തിനും വ്ളോഗ് എടുത്തു എനിക്കറിയില്ല. ഞാൻ വരുമ്പോൾ അതിലോ പ്ലാൻ ആക്കിയിട്ട്, പക്ഷെ ഇപ്പോൾ ഒരു മൂഡില്ല എനിക്ക്.
ഗൈസ് എനിക്ക് ശരിക്കും അതിലിങ്ങനെ നേരെ വന്നാൽ ഇവിടെ എത്തും. പക്ഷെ ഞാൻ എന്താക്കി, നിങ്ങളെ കോളേജ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും നടന്നു. പൂക്കൾ ഗൈസ്, ഈ നാട്ടിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഇത്ര കിലോമീറ്റർ നടക്കുന്ന വേറൊരു മനുഷ്യൻ ഉണ്ടാവില്ല കേട്ടോ. ആ ക്രെഡിറ്റ് എനക്കാണ്. കൂളിംഗ് ഗ്ലാസും വെച്ച് ഇത്രയും കിലോമീറ്റർ വെളുത്ത് നടക്കുന്ന മനുഷ്യൻ എന്ന ക്രെഡിറ്റ് എനക്കാണ്. വേറൊരാൾ ഞാൻ ഇന്നുവരെ കണ്ടില്ല ഇതുപോലെ നടത്തുന്നത്. എത്ര ദിവസമായി നടത്തുന്നത്? അവിടെ കാരണം ഇപ്പോൾ ഷോപ്പുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലം കാണിച്ചുതരാം. അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയാണ്. ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ കിറ്റ്കാറ്റ്, ജംസ്, മഞ്ച് ഇതെല്ലാം കിട്ടും. കോമഡിയാണ്. ഞാൻ മുട്ടായി വാങ്ങാൻ അവിടെ പോയി. ഞാൻ പറഞ്ഞ സ്പോട്ടെത്താനായേ. ഇതിൻ്റെ ഈ ഭാഗത്തെല്ലാം ചേരിയാണ്. ഈ ഭാഗത്തെല്ലാം ചേരിയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഇതാണ്. ആയിട്ട് അവിടെ എത്തുമ്പോൾ തിരിയുന്നു. നിങ്ങൾക്ക് ഒരു മിനിറ്റ്. ഇടിലം പോലെ പൂവിൻ്റെ മരമാണ്. ഇടയ്ക്ക് ഞാൻ വിചാരിക്കും ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി നട്ടാലോ മുളക്കുമല്ലോ. പക്ഷെ മുളക്കാൻ ചാൻസ് ഇല്ല. ഇതെല്ലാം കണ്ട, ഇതെല്ലാം പൂ തന്നെയാണ്. കണ്ട, നല്ല രസമാണ് സ്ഥലം കാണാൻ. രാവിലെ ദിവസം ഞാനിവിടെ നോക്കിയിട്ടേ പോകും. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ്. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഒരു വാലും ഇല്ലാത്ത വ്ളോഗായി പോയി. ശരി, ബൈ.